നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനും നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാം. വലിയ ക്ഷമയുടെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വ്യക്തിരൂപീകരണത്തിന്റെയും ഉജ്ജ്വല സ്നേഹത്തിന്റെയും പ്രതീകങ്ങളായ അമ്മമാർ, ഒരായുസ് മുഴുവൻ മക്കൾക്കായി വിയർപ്പൊഴുക്കി വളർത്തിയ അപ്പന്മാർ. എന്നാൽ ഇതൊന്നും നന്ദിയോടെ ഓർക്കാനും ചിന്തിക്കാൻ പോലും നേരമില്ലാതെ പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലാക്കി തങ്ങളുടെ കടമ നിറവേറ്റിയെന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ന്യൂജൻ സംസ്കാരം. സ്വത്തിനും സുഖലോലുപതയ്ക്കും ആഡംബര ജീവിതത്തിനുമായി ദൈവദാനമായ മനുഷ്യജീവനെ എന്തിന്? സ്വന്തം അമ്മമാരെ പോലും കരുണയില്ലാതെ കൊല്ലുവാൻ മടിയില്ലാത്ത ഈ ലോകത്തിൽ ഇതാ വേറിട്ടൊരു നേർക്കാഴ്ച. നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കരുണയുടെ മുഖം. കള്ളൻ കള്ളൻ ഓടിവായോ, നിൽക്കടാ അവിടെ, കള്ളൻ കള്ളൻ. അയ്യോ, എന്താ ഇത്? ഞാനൊന്നും എടുത്തിട്ടില്ല, എന്നെ തല്ലല്ലേ. ആ ആ എടാ, എന്റെ കടയിൽ നിന്നെടുത്ത പലഹാരം എവിടെയടാ, പറയടാ. അത് ഞാൻ കഴിച്ചു ചേട്ടാ. കഴിച്ചെന്നോ? എന്നാൽ അതിനുള്ള കാശ് എടുക്കടാ. കാശ് എന്റെ കയ്യിലില്ല ചേട്ടാ. കാശില്ലെന്നോ? എന്നാ നീ പോകണ്ടടാ. അമ്മ അവിടെ നിന്ന് എന്താ പ്രശ്നം? ഇവൻ എന്റെ കടയിൽ നിന്ന് പലഹാരം മോഷ്ടിച്ചു, കള്ളൻ. ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാണ്ടായിരിക്കാണല്ലോ. ഇവനൊക്കെ വെറുതെ വിട്ടാരില്ലേ, ഇതിന് വലിയ പ്രശ്നവും. മാറി നിക്കടങ്കോട്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനിനി ചെയ്യൂല. ഞാനൊരു പാവമാണ്. നീ മോഷ്ടിക്കോടാ. നീ മോഷ്ടിക്കുമോ? ഇവനെ കുറെ നേരമായി കടയിൽ വന്ന് പലഹാരം ചോദിച്ചപ്പോൾ കയ്യിൽ കാശില്ലാന്ന്. എനിക്കപ്പോഴേ തോന്നി ഇവൻ ആള് ശരിയല്ലാന്ന്. എവിടെയാടാ അടിച്ചു മാറ്റി സാധനം? എടുക്കട അങ്ങോട്ട്. എൻ്റെ കയ്യിലില്ല ചേട്ടാ, ഞാനത് കഴിച്ചുപോയി. നാണം ഇല്ലേടാ മോഷ്ടിച്ച് തിന്നാൻ? വിശന്നിട്ടാ ചേട്ടാ, ഒരാഴ്ചയായി വല്ലതും കഴിച്ചിട്ട്. ഇവനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഇവന്റെ സഞ്ചി പരിശോധിക്ക്. ചേട്ടാ, അതിൻ്റെ അകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കഴിച്ചുപോയി. ഞങ്ങളൊന്ന് നോക്കട്ടേടാ. ഇതെന്താ, മല്ലിപ്പൊടിയും മുളക് പൊടിയുമോ? നോക്കത്തേടാ. ഇതെന്താ, മൊബൈലിന്റെ ചാർജറോ? അത് വഴിയിൽ കിടന്ന് കിട്ടിയതാ ചേട്ടാ. ആ, ഇടിരിക്കട്ടെ, എന്റെ ചാർജർ കംപ്ലൈന്റ് ആണ്. മോനെ, അമ്മയ്ക്ക് വയ്യാടാ, നമുക്ക് പോവാം. ഓ, നിങ്ങളൊന്ന് അവിടെ അടങ്ങി നിൽക്കുവോ? ഇത്തിരി വൈകിച്ചെന്ന് വെച്ച് ഡോക്ടർ എങ്ങോട്ടും പോവില്ല. പക്ഷെ ഇവനിപ്പോ വെറുതെ വിട്ടാൽ പിന്നെ കിട്ടില്ല. ആ, അത് ശരിയാ. ഹലോ, ഇവിടെ ഞങ്ങളൊരു കള്ളനെ പിടിച്ചു. നീ ഫ്രീ ആണെങ്കിൽ വാ, 2 കൊടുത്തിട്ട് പോവാം. ഓക്കെ. ഡാ, ഞങ്ങളുടെ ഓരോ കുറച്ച് മാന്യന്മാരവിടെ ഉള്ളപ്പോൾ ഒരു കള്ളന്മാരും ഇവിടെ ജീവിക്കില്ല, അല്ലേടാ? ഓ, പിന്നല്ലാതെ. തോമസ് ചേട്ടാ, ഒന്ന് നേരെ നിന്ന് ഞങ്ങൾക്കൊരു സെൽഫി എടുക്കാം. മോനെ, അവനെ വിട്ടേക്കടാ, നമ്മക്ക് പോവാം. ഡേ തള്ളേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് ഹൃദയമില്ലേ, അങ്ങ് ഒറ്റയ്ക്ക് പോയിക്കോ. എന്താ മോനെ ഇത്? അവനൊരു പാവമല്ലേ, അവനെ വിട്ടേക്ക്. ഒന്ന് മാറി നിൽക്ക് തള്ളേ. ഇനി മേലാൽ ഇവൻ ഈ പണി ചെയ്യരുത്, പോലീസിനെ വിളിക്ക്. വേണ്ട ചേട്ടാ, വിട്ടേക്ക്. ഈ മാതിരി കേസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാൽ പിന്നെ വലിയ പൊല്ലാപ്പാവും. ആ, അത് ശരിയാണ്, നല്ല അടി കൊടുത്ത് വിട്ടേക്കാം. അയ്യോ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനിനി ചെയ്യൂല. നിന്നെ ഇനി ഈ നാട്ടിൽ കണ്ടുപോകരുത്. മതിയടാ മതി. ചത്തു കഴിഞ്ഞാലേ ഇവനൊക്കെ വേണ്ടി സംസാരിക്കാൻ 1000 പേരുണ്ടാവും.
ഓ ഈ അമ്മ ഇതെന്ത് നോക്കി നിക്ക? വരുന്നില്ലേ? വാ ഇങ്ങോട്ട്. മോനെ പതുക്കെ. മോനെ നീ ഇത് എവിടെയായിരുന്നു? കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ ഒരാൾ പറഞ്ഞിട്ട് എത്ര നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. എനിക്ക് വിശക്കണു. മോനെ മോന്റെ മുഖത്ത് എന്ത് പറ്റി? ആകെ വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. ആ അത് പിന്നെ അമ്മേ, ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും കടയുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങ് ദൂരെ പോയാണ് വാങ്ങിക്കൊണ്ടു വന്നത്. അതുകൊണ്ടാ. അമ്മയ്ക്ക് ഞാൻ പലഹാരം വാങ്ങിയിട്ടുണ്ട്. ഇതാ അമ്മ കഴിച്ചോ. നീ കഴിച്ചോടാ? ആ ഞാൻ കഴിച്ചു. ഇവിടത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാ അമ്മേ. എനിക്ക് വയറ് നിറച്ചു തന്നു. അമ്മ കഴിക്കേ. ഒന്ന് വേഗം നടക്ക്. 2000 രൂപയുടെ മരുന്നാ വാങ്ങിയത്. ഒരു അസുഖവും ഇല്ല, വെറുതെ ഓരോരോ തോന്നലേ. ഇതും കൂടി കഴിക്കമ്മേ. മോനും കഴിക്കേ. ഇത് നിന്റെ അമ്മയാണോ? അമ്മയ്ക്ക് കൊടുക്കാനാണോ നീ മോഷ്ടിച്ചത്? അതെ. അപ്പൊ നിനക്കത് പറയായിരുന്നില്ലേ? പറയാമായിരുന്നു, പക്ഷേ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ നിങ്ങളാരും ചോദിക്കാണ്ടിരുന്നേ? വിശന്നിട്ടാണോ മോഷ്ടിച്ചതെന്ന്? ഒരാഴ്ചയായി ഞാനും എന്റെ അമ്മയും വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോകാൻ മടിയായിട്ടല്ല, എന്റെ ഹൃദയത്തിന് ഒരു തകരാറ്, അതുകൊണ്ടാ ഞാൻ. പക്ഷേ സുഖമില്ലാത്ത എന്റെ അമ്മയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റുമോ? വലിയ ജീവിതമൊന്നും അല്ലെങ്കിലും ഈ മനോഹരമായ ഭൂമിയിൽ എനിക്ക് ജനിക്കാൻ അവസരം തന്നത് എന്റെ ഈ അമ്മയല്ലേ. താൻ എന്നോട് ക്ഷമിക്കണം. താനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. സാറു ക്ഷമിക്കണ്ട, അതിനൊന്നും സംഭവിക്കില്ല. കാരണം അതിൻ്റെ അകത്ത് എന്റെ അമ്മയുണ്ട്, എന്റെ അമ്മ മാത്രം. ക്ഷമിക്കണം, പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. ദേഷ്യം? പെട്ടെന്നുള്ള ദേഷ്യം അല്ലേ? അങ്ങനെ സംഭവിക്കുന്നത് എന്താന്ന് അറിയാമോ ചേട്ടാ? ഹൃദയത്തിൽ കരുണയില്ലാത്തത് കൊണ്ടാ. എല്ലാ തെറ്റും ക്ഷമിക്കുന്ന ആളല്ലേ അമ്മ. അമ്മയെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കൂ ചേട്ടാ. അപ്പൊ എല്ലാവരെയും മക്കളായിട്ട് കാണാൻ പറ്റും. എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കാനും പറ്റും. ഈ ലോകത്തിലുള്ളവർക്ക്, അത് ആണായാലും പെണ്ണായാലും, വേണ്ടത് ഒരു അമ്മ മനസ്സാണ് ചേട്ടാ. വിശപ്പിന്റെ വില അറിയാവുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അമ്മ മനസ്സ്. സ്നേഹമുള്ളവരെ, അല്പം കരുണ ഈ ലോകത്തെ നന്മയുള്ളതും നീതിയുള്ളതുമാക്കി തീർക്കും. കരുണയുള്ള സമൂഹം സമാധാനവും ശാന്തിയും നിറഞ്ഞതായിരിക്കും. അത് സഹനവും സഹാനുഭൂതിയും വർദ്ധിപ്പിക്കുന്നു. യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത് എന്ന ബൈബിൾ വചനം നമുക്ക് ഓർക്കാം, പ്രാവർത്തികമാക്കാം. നന്ദി, നമസ്കാരം.